യെസ്, നമുക്ക് അങ്ങനെ ഫൈനലി സോണിയുടെ ഓസ്കർ മൂവിയുടെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് കുറച്ചു മുമ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞുണ്ടാക്കിയ കാര്യമല്ല, സോണി തന്നെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തത് തന്നെയാണ്. ക്രേവൻ ദ ഹണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമ അവർ അടുത്ത വർഷം ഓസ്കറിൽ ബെസ്റ്റ് പിക്ചറിന് നോമിനിയിലേക്ക് അവർ അയക്കുമെന്നാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായത് തന്നെ. സോണിയുടെ ധൈര്യം നമ്മൾ സമ്മതിക്കണം കേട്ടോ. കാരണം ഈ എന്താ പറയുക, സ്പൈഡർ വേഴ്സ് അല്ലെങ്കിൽ സോണി വേഴ്സിൻ്റെ ആ ഒരു ഹിസ്റ്ററി തന്നെ എടുത്ത് നോക്കിയിട്ട് നമുക്കറിയാലോ, എല്ലാം ഓസ്കർ വർത്തിയായിട്ടുള്ള സിനിമകളാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന മാഡം വെബിന് 10 ഓസ്കർ അങ്ങനെ കിട്ടിയായിരുന്നു എനിക്ക് തോന്നുന്നു. അതിന് മുമ്പ് മോർബിംഗ് ടൈം വന്നിട്ടുണ്ടായിരുന്നു. അത് അതിന് പിന്നെ കൊടുക്കാൻ വേറെ അവാർഡൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ കേട്ടത്. ഓസ്കറിൽ തന്നെ അക്കാഡമി അവാർഡ്സിലേക്ക് എടുത്ത് നോക്കിയ. സോ നമുക്ക് നോക്കാം ഇത്തവണ ക്രേവൻ ദ ഹണ്ടർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എത്ര ഓസ്കാർ കിട്ടും എന്നുള്ളൊരു കാര്യം. സോ ഹിയർ വി ഗോ. ഓക്കെ, നിക്കോളായി ആണ് ഇത് പറയുന്നത്. ആരോൺ ടൈലർ ജോൺസൺ, റസൽ ക്രോവിന്റെ വോയിസ് ഓവറാണ് നമ്മൾ കേട്ടത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ സിനിമ R-rated ആണ്. അതായത് ഇത് അഡൾട്ട് റേറ്റഡ് സിനിമയാണ്. പക്ഷേ വെനത്തിന്റെ 3ാമത്തെ സിനിമ അവർ ഒരു തേങ്ങാക്കൊലയും കൊടുത്തില്ല. അത് PG-13 ആണ് ഇപ്പോഴും. മര്യാദയ്ക്ക് ലെറ്റ് ദെയർ ബി കാർണേജ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് R റേറ്റിംഗ് കൊടുക്കേണ്ടത് തന്നെയായിരുന്നു. എന്ത് പറയാന്. ഓക്കെ, കുറെ റഷ്യൻ പറയുന്ന നോക്കി കേൾക്കാം. R റേറ്റിംഗ്. ഓക്കെ, പ്രിസൺ എസ്കേപ്പ് ചെയ്യാൻ നമുക്ക് കാണാം. ഒഫീഷ്യൽ കോമിക് ബുക്ക് ആക്യുറേറ്റ് കോസ്റ്റ്യൂം. ഹണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പൈഡർമാൻ 2 ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. റസൽ ക്രോ. സ്പൈഡർമാൻ 2 ക്രേവൻ വേറെ പോളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ബെയർ ട്രാപ്പ്, ഓ മെഷാത്തേക്ക് വെച്ച് തലകിട്ടടിക്കുന്നു. R റേറ്റിംഗ് കൊള്ളാം. ഓഗസ്റ്റിലായിരുന്നു സിനിമ റിലീസ് ചെയ്യാൻ അവർ ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതവർ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ട് ഡിസംബർ 13-ാം തീയതിയിലേക്ക് എങ്ങനെ മാറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഹണ്ട് ബിഗിൻസ്. ഓക്കെ, ഡെയർ ഡെവിലിന് നമ്മൾ കണ്ട പോലത്തെ ആക്ഷൻ കിട്ടുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, കൊള്ളാം. ഒത്തിരി വയലൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹണ്ട്, പിന്നെ ക്രേവൻ്റെ കോമിക്സിൽ നോക്കിയിട്ടുണ്ടെന്ന് നമുക്കറിയാം, എല്ലാം ഹണ്ടാണ് പുള്ളിക്കാൻ ചെയ്യാറുള്ളത്. ഹീസ് ദ ഹണ്ടർ. റൈനോ, വാവ്, നമുക്ക് മെക്കാനിക്കൽ അല്ലാതെ നമുക്ക് ഫൈനൽ ഒരു റൈനോയെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, സോ ക്രേവൻ vs റൈനോ ആണ് ഈ ഒരു സിനിമയുടെ എൻ്റെയർ ഇതെന്ന് എനിക്ക് തോന്നുന്നു. ഡിസംബറിലാണ് സിനിമ റിലീസ് ചെയ്യാൻ പോണത്. നോക്കട്ടെ എപ്പോഴാണ് കറക്റ്റ് പറഞ്ഞ. ഡിസംബർ 13-ാം തീയതിയാണ് അവർ കറൻ്റ്ലി ഫിലിമിൻ്റെ റിലീസ് ഡേറ്റ് അവർ വിചാരിച്ചു വെച്ചിട്ടുള്ളത് തന്നെ. കുറേയധികം ഡിലേ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് ചോദിച്ചാൽ അവർ പറയും കുറച്ചും കൂടി ഗ്രാഫിക്സ് VFX ഒക്കെ കറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു എന്നൊരു കാര്യം. കാരണം പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് ആക്ച്വലി ഈ ഒരു ട്രെയിലർ വലിയ കുഴപ്പമില്ലാതെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ആക്ഷനിലേക്കൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കുറേയും കൂടി ബ്ലഡ് ആൻഡ് ഗോറുള്ള ആക്ഷൻ സീക്വൻസ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ വയലൻസ് സത്യം പറഞ്ഞാൽ ഒരു വെനത്തിൻ്റെ സിനിമയിലായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. കാരണം വെനം കുറച്ചും കൂടി ഡിസർവിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അത് അവർ കൊണ്ടുവന്ന് തുലച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതെന്തായിരിക്കും എന്നൊരു കാര്യം കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിനകത്തും കുറേയധികം സ്പൈഡർമാൻ്റെ റെഫറൻസ് ഒക്കെ നമുക്ക് ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ട്രെയിലറിനകത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഏത് സ്പൈഡർമാൻ ആയിരിക്കും ഈ ഒരു സിനിമയ്ക്കകത്ത് വരാൻ പോണേ? ആൻഡ്രൂ ആണോ, ടോം ഹോളണ്ട് ആണോ, അതോ ടോബി മെക്യോർ ആണോ, അതോ ആരും വരില്ലേ? എന്നോട് ചോദിക്കണേ, എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ അകത്ത് ഒരാൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ബേസിക്കലി ക്രേവൻ ദ ഹണ്ടറിൻ്റെ ഒരു എന്താ പറയുക ഒറിജിൻ സ്റ്റോറിയാണ്. ഫൈനലിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ ഒരു കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂം കൂടി നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് എനിക്കിപ്പോൾ ഇത് കണ്ടത് വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എനിക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് ഇപ്പോൾ ട്രെയിലർ കണ്ടിട്ട് കുറച്ച് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ആക്ഷൻസ് അത്യാവശ്യം നന്നായിട്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർ R റേറ്റിംഗ് കൂടി അവർ ഇൻക്ലൂഡ് ചെയ്ത സമയത്ത് കുറേയധികം ബ്ലഡ് ആൻഡ് ഗോർ അവർക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
രണ്ടാമത്തെ കാര്യം റൈനോ. നമ്മൾ ഇതിനു മുമ്പ് റൈനോനെ ലൈവ് ആക്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്ന അമേസിംഗ് സ്പൈഡർമാൻ 2 സിനിമയ്ക്കകത്തായിരുന്നു. അതിനകത്ത് പുള്ളിക്കാരൻ ഒരു മെക്കാനിക്കൽ ഓസ്കോർപ്പിൻ്റെ ആ ഒരു ആർമർ ഇട്ട് വരുന്നത് നമ്മൾ കണ്ടേ. പക്ഷേ ഇത് കുറച്ചും കൂടി നമ്മൾ എങ്ങനെയാണോ റൈനോയുടെ ക്യാരക്ടറിനെ നമ്മൾ കോമിക് ബുക്കിൽ കണ്ടിട്ടുള്ളത്, ഏകദേശം അതേപോലത്തെ ഒരു ക്യാരക്ടറിനെ തന്നെയാണ് നമുക്കിനകത്തും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എക്സൈറ്റഡ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആറൺ ടൈലർ ജോൺസന്റെ സിനിമ ഏതായിരുന്നു എന്നുള്ള കാര്യങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. എന്നോട് ചോദിക്കണേ, എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന പണ്ട് പുള്ളിക്കാരൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന കിക്ക്-ആസ് സീരീസ് തന്നെയായിരുന്നു. പിന്നെ MCUവിനകത്ത് പുള്ളിക്കാരൻ വന്നിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ക്വിക്ക് സിൽവർ ആയിട്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഈ റീസെൻ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ബുള്ളറ്റ് ട്രെയിൻ നല്ലൊരു സിനിമ തന്നെയായിരുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ആൻഡ് ഈ സിനിമയ്ക്ക് ഓസ്കർ കിട്ടുമോ, ഈ സിനിമയ്ക്ക് എത്ര ഓസ്കർ അടുത്ത വർഷം കിട്ടും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആരെങ്കിലും ബെറ്റ് വയ്ക്കുന്നുണ്ടോ സോണിയായിട്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്.